അപ്പോൾ ആ സമയമായി ആ ഒരു ബാങ്ക് അറസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബാങ്ക് അറസ്റ്റ് നിങ്ങളെ കൊണ്ട് ആ ഒരു പണത്തിന് പുറകെ ഇങ്ങനെ ഓടിപ്പിച്ചു. അതായത് സിനിമാ നടന്മാരെയും ബിസിനസ് ആൾക്കാരെയും ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരെ അല്ലേ കൈട്ടുവാരി പണം സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഓൺലൈനാക്കി, ഗൂഗിളിലാക്കി, ഫോണിലാക്കി, ഓക്കെ 9656 അങ്ങനത്തെ പല പല നമ്പർ അടിച്ച് ആ ഒരു രീതിയിലാക്കി. അപ്പോൾ ബാങ്കർസ് എത്തിക്കഴിഞ്ഞു. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഗൂഗിളിന്റെ വഴി. ഗൂഗിൾ പറഞ്ഞു പെട്ടെന്ന് ഒരു 2.5 ബില്യൺ ആൾക്കാരുടെ ഒരു ഹാക്ക് ഉണ്ടാവും, കാരണം അക്കൗണ്ട്സ് എല്ലാം ഹാക്കാവാൻ പോകണം, അതായത് ഇമെയിൽസ് എല്ലാം ഹാക്കാവാൻ പോകണമെന്ന് പറഞ്ഞു. അതായത് ഗൂഗിൾ ആണെങ്കിലും ഈ പറയുന്ന എല്ലാവിധ സൈറ്റ് ആണെങ്കിലും എല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനിയിലാണ്. എന്നിട്ട് അവര് പറയുന്നത് ഏതോ വേറൊരു കമ്പനി ഒന്ന് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് വേറൊന്നും അല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിൽ തന്നെ ഈ 130 രൂപ മാസം നമ്മളോട് പോലും ചോദിക്കണ്ട, എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഗൂഗിളിൽ സ്റ്റോറേജ് മേടിച്ച പണമാണ്. അതോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഒരു കോഡ് മാത്രം ഉണ്ട് അല്ലെ, OTP അല്ലെങ്കിൽ ആ ഒരു പിൻ നമ്പർ മാത്രം. നമ്മുടെ എല്ലാ പണവും അവരുടെ കയ്യിൽ ആയിക്കഴിഞ്ഞു. നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ ഫിംഗറിന്റെ, നമ്മുടെ ശരീരം എല്ലാം ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയിരുന്നു ആദ്യം ഒരു ഇൻസ്റ്റലി ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു കാര്യം ആ ഒരു അമേരിക്ക സിറ്റിസൺ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം അറിഞ്ഞു. ഡെവലപ്ഡ് മീൻസ് ബ്രെയിൻ ഡെവലപ്പ് ആയ കൺട്രീസ്, അതായത് അമേരിക്ക, ഈ പറയുന്ന ഷിക്കാഗോ, ഇങ്ങനെ എല്ലാവിധ രാജ്യങ്ങൾ, ജർമ്മനി, ഇവരെല്ലാവരും അറിഞ്ഞു ആ ഒരു രഹസ്യം. അതായത് അവർ സമ്പാദിച്ച പണമെല്ലാം അവർ കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു ബയോളജിക്കൽ വാറിൽ അവരും വിക്ടിം ആയിരുന്നു പറഞ്ഞു. പക്ഷെ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇതെല്ലാം അടിമകൾ ഭരിക്കുന്ന സ്ഥലം അല്ലെ, വിഡ്ഢികളായ കുറെ റൂളേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ വിഡ്ഢികളായ ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്. അവരിവിടെ ആ ഒരു ജാതി വേർപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അല്ലേ, ഞങ്ങളുടെ ജാതി, ആ പീഡനം കേസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാത്തിന്റെ പുറകെ അവർ പണം ഇട്ട് കൊടുത്തു. ആ ഒരു പണം പക്ഷെ അവരിപ്പോ കൊണ്ടുപോകും. ആ ഒരു സത്യം ആ ഒരു വിദേശ രാജ്യങ്ങൾ അറിഞ്ഞു. ഡൊണാൾഡ് ട്രംപിനാണെങ്കിലും എലോൺ മസ്കിനാണെങ്കിലും ഈ പറയുന്ന ഭൂമിയെ ഭരിക്കുന്നു എന്ന് പറയുന്ന ആ വിഡ്ഢികളായ കുരങ്ങന്മാരുടെ കയ്യിൽ നിന്നും ആ ഒരു പ്രൊട്ടസ്റ്റ്, കാരണം അവരുടെ സമ്പാദവും അവരുടെ ജീവിതവും അവരുടെ ഹെൽത്തും എല്ലാം അവർ ചൂഷണം ചെയ്ത കാര്യം അവർ പുറത്തറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായിട്ട് ഇവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വിഡ്ഢികളെല്ലാം ആ ഒരു റീൽസ് കണ്ടുകൊണ്ടിരിക്കണു അല്ലെ, അതോടൊപ്പം തന്നെ കുറെ അനാവശ്യമുള്ള കാര്യങ്ങൾ, മീഡിയാസ്, സ്റ്റുപ്പിഡ് മീഡിയാസ്, അവരെല്ലാം വിഡ്ഢിത്തരമായ വാർത്തകൾ അല്ലെ, അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു, എന്നിട്ട് യാതൊരു കാര്യമില്ല, റേറ്റിംഗ് വേണം അല്ലെ, ഓൺ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മൊബൈൽ ഫോണിന്റെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ബയോളജിക്കൽ വാറിൽ അങ്ങോട്ട് ബ്ലെൻഡ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തന്നെ. പക്ഷെ ഇതെല്ലാം പണത്തിന് വേണ്ടിയല്ലോ, പണവും ഇപ്പൊ അവർ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് ഇപ്പോഴും ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ ഇങ്ങനെ അല്ലെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, LDF, UDF, BJP എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയം എത്തിക്കഴിഞ്ഞു, ഓക്കെ, കാരണം ഇതിന്റെ ആ ഡിസിഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോ അമേരിക്ക പോലത്തെ സ്ഥലത്ത് ഇനി എന്തായാലും ആ ഒരു ബാങ്കർസ് ഇപ്പോഴൊന്നും നടക്കില്ല, കാരണം അവർ അത്ര അഗ്രസീവ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, ഈ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിൽ ആ ഒരു ബാങ്കർസ് അവർ നടത്തും. കാരണം വേറൊന്നുമല്ല, ഒരുപാട് വിഡ്ഢികളായിട്ടുള്ള ഏരിയകളിലെ കുറെ സമ്പത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, അക്കൗണ്ടിലെല്ലാം ആയിട്ട് കുറെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് സിനിമാ നടന്മാരുടെ, അതോടൊപ്പം തന്നെ അല്ലെ ആക്ടേഴ്സും, ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ്, ബിസിനസ് ആൾക്കാർ. അപ്പൊ അവരുടെ ആ ഒരു ബാങ്കർസ് നടക്കും. ഓക്കെ, ഉടനെ തന്നെ അക്കൗണ്ടിൽ 0 rupees ആവുമെന്ന് പ്രതീക്ഷിച്ചോളൂ. യാതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കർസ് ബാധകമാണ്. ജുഡീഷ്യറി പൈസന്മാരായ ജഡ്ജിമാരുടെ പൈസയും പോകാറുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൊളിറ്റീഷ്യന്റെ പൈസയും പോകും.